പക്ഷെ ഞാൻ ചിന്തിച്ച് വെള്ളയാവോലിയാണ്, ഇത് അലുവ മീനാണ്, കറുത്തതാണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം നമുക്ക് ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ അന്ന് കൊണ്ടുവന്ന മീൻ എടുത്തൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഞാൻ ചിന്തിച്ച് അന്ന് കൊണ്ടുവന്നുണ്ടെങ്കിൽ കവർ ഇങ്ങനെ എടുത്ത് നോക്കിയോണ്ടേ എനിക്കത് ഇവിടുത്തെ ഈ പാപ്ലേറ്റ് പോലെ തോന്നി. പക്ഷേ ഞാനത് മൊത്തത്തിൽ ഓപ്പൺ ചെയ്ത് നോക്കിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് മനസ്സിലായി അത് അലുവ മീനാണ്. 3 എണ്ണം 200 രൂപ. അപ്പോൾ ഇന്നലെ നമ്മൾ ചീരയൊക്കെ അരിഞ്ഞു വെച്ച് 5 മണിക്ക് ഇത് വരുമെന്നും പറഞ്ഞ് നമ്മളിരുന്നതല്ലേ. അപ്പോൾ 5 മണിക്ക് ഗ്യാസ് വന്നില്ലല്ലോ, പിന്നെ 9:30 വന്നു. അന്നേരം പിന്നെ റൈസും വെച്ച് ചിക്കൻ കറിയും കൂട്ടി കഴിച്ച്. അപ്പോൾ ചീര ഞാൻ അതുപോലെ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ചീര തോരൻ വെക്കാനായിട്ട് ചട്ടി വെച്ച്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളി അങ്ങനെ ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും പിന്നെ സവാളയും ഇച്ചിരി ഉപ്പിട്ട് വഴറ്റിയിട്ട് പിന്നെ തേങ്ങയ്ക്കകത്ത് ഒരു സ്വല്പം ജീരകവും ഇട്ട് അതിൻ്റെ അകത്ത് 2 വെളുത്തുള്ളി ഒന്ന് അരച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മുളക് പൊടി. എന്നിട്ട് ഞാനതൊന്ന് ഈ അരപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പേ അന്നേരം ഇട്ടുള്ളൂ. പിന്നെ ഒരു ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചീരയായിരുന്നില്ല, റെഡ് കളറിലെ ചീരയായിരുന്നു. നമ്മൾ കഴുകുമ്പം തന്നെ ആ വെള്ളത്തിനൊരു കളറുണ്ടായിരുന്നു. അപ്പോൾ ചീരയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ കൂമ്പനെ കിടക്കുന്നെങ്കിലും അതങ്ങ് ഒതുങ്ങും. ഒന്ന് ഒതുങ്ങി. ഈ ഫോട്ടോ എന്തുവാന്നോ, എൻ്റെ ഒരു സബ്സ്ക്രൈബറുണ്ട് അബുദാബിയിൽ. പുള്ളിക്കാരി ഞാനന്ന് കപ്പയും മീൻകറിയും തിന്ന് കാണിച്ചില്ലേ. പുള്ളിക്കാരിക്ക് ഓൾറെഡി ഇത് അത്ര ഇഷ്ടമല്ല, എന്നാലും നമ്മൾ കഴിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടേ കൊതിയായി. അങ്ങനെ കപ്പയും മീൻകറിയും ഉണ്ടാക്കിയിട്ട് എനിക്ക് ആ ഫോട്ടോ അയച്ചു തന്നതാണ്. ആണ്ട ബിജിക്കുട്ടിയെ ഞാനും ഉണ്ടാക്കിയെന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഇടട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അടിപൊളി കപ്പയും മീൻകറി ഞാൻ എല്ലാവരെയും കൊതിപ്പിക്കാതിരിക്കുമോ ഇല്ലേ. ഈ കപ്പയും മീൻകറിയും കണ്ടോണ്ടേ വീണ്ടും എനിക്ക് കൊതിയായി. അപ്പം ഞാൻ ഈ മീനൊന്ന് വെട്ടിയെടുക്കുന്നുണ്ടേ. നമ്മുടെ ആവോലി വറക്കാൻ എടുക്കുക. റേച്ചാൻ പറഞ്ഞു വറുത്താൽ മതി. ഞാൻ പറഞ്ഞു റേച്ച അങ്ങനെ മീനുകളെ പറ്റി അങ്ങനെ എനിക്ക് വേണം അങ്ങനൊന്നും. ഈ മീനും നമ്മുടെ നെയ്മീനൊക്കെ കൂട്ടും. ഈ മുള്ളു മേടിച്ചവർ കാരണം നിങ്ങൾ എന്തിക്കുമോ വലിയ ഗമയല്ല. എൻ്റെ പ്രേസമ്മോൻ്റെ പ്രായമുള്ളപ്പോഴാണ് റേച്ചാൻ്റെ മമ്മി ഓഫാവുന്നത്. പിന്നെ അവരങ്ങനെ മീൻ തിന്ന് പഠിച്ചിട്ടില്ല, അങ്ങനെ വെച്ചിട്ടുമില്ല. അപ്പം നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊച്ചിലെ മീനൊക്കെ കൊടുത്ത് മുള്ളുമീനൊക്കെ കൊടുത്ത് പഠിപ്പിക്കും. അതുകൊണ്ട് ഇവർ കുഴപ്പമാണ്, അല്ലാതെ ഒന്നുമില്ല. മുള്ളു പേടിച്ചാൽ ഇതൊന്നും കഴിക്കാത്തത്. അപ്പം മീനോട് അത്ര താല്പര്യമില്ല. ഇങ്ങനെയുള്ള മീനാണെങ്കിൽ അത് വറുത്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് ഇത് കറിയും വെച്ചില്ല. അപ്പം ഞാൻ ഈ മീനുകളൊക്കെ ഒന്ന് വെട്ടി നന്നായി ഒന്ന് കഴുകിയെടുക്കട്ടെ. വെട്ടിയിട്ടുണ്ട്, ഇനി ഒന്ന് കഴുകിയെടുക്കട്ടെ. ഞാനതൊന്ന് പീസാക്കിയിട്ട് നടു പീസും വാല് പീസൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ അകത്തൊന്ന് നന്നായി പിടിക്കാൻ വേണ്ടി. നമ്മുടെ ചീരത്തോരൻ റെഡിയായി. ഞാൻ അതിലൊരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ പോൾമോൻ ഈ ഇലവർഗ്ഗങ്ങളൊന്നും കഴിക്കത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം അവൻ കഴിക്കുന്നുണ്ട്. കൊച്ചത് തൊടത്തില്ല. പക്ഷേ അന്നേരം മീൻ ഫ്രൈയും ഞാനെടുത്ത് മസാല പുരട്ടി വെച്ചേക്കുന്നേ ഉള്ളൂ. അപ്പം ഇവർക്ക് ചപ്പാത്തി കൊടുക്കാനായിട്ട് ഞാൻ എന്നാൽ ചിന്തിച്ച് ചീര കൂട്ടി കഴിക്കത്തില്ല. അപ്പം ഞാൻ എന്നാൽ ചിന്തിച്ച് 2 ഉരുളൻകിഴങ്ങ് എടുത്ത് മെഴുക്കുവരട്ടി കൊടുക്കാമെന്ന്. അങ്ങനെ പെട്ടെന്ന് 2 ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടാന്ന് വെച്ച്. എപ്പോഴും ഒന്നുമില്ല, വല്ലപ്പോഴും ഈ പിള്ളേർക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് നേരത്തെ ഈ ഒരിടയ്ക്ക് തൊടത്തേ ഇല്ലായിരുന്നു, വാങ്ങിക്കത്തേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കൊന്ന് എമർജൻസിക്ക് വാങ്ങിക്കും. എമർജൻസിക്ക് നമുക്ക് പെട്ടെന്നൊന്ന് ഉണ്ടാക്കി കൊടുക്കണമെങ്കിലേ മീൻസ് കൂട്ടാനൊന്നുമില്ലാതെ അങ്ങനെയുള്ള ഒരു ഇതിൽ. അപ്പം ഞാനിവിടെ നമ്മുടെ മീന് വേണ്ടിയേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു കറിവേപ്പില ഞാൻ ഇച്ചിരി ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു മണമുണ്ട്. ഇതിലേക്ക് ഇനി മീൻ ഇട്ട് കൊടുത്ത് മസാല പുരട്ടി വയ്ക്കാം. നീ ആരെയാടാ പറയുന്നത്? ഒരാൾ തന്നെത്താൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്, പ്രീസമോൻ. അവിടെ നിന്ന് അപ്പച്ചൻ എന്തെങ്ങാണ്ടൊക്കെ അവനെ പറഞ്ഞു. അപ്പച്ചൻ അറിയത്തില്ല തന്നെത്താൻ കുളിക്കാൻ കയറിയതാണ്.
അതിനവൻ പറഞ്ഞത് അപ്പച്ചൻ എന്തിനാ ഇങ്ങനെ പറയുന്നത്, ഞാൻ കുളിക്കുമല്ലയോ, അപ്പച്ചൻ അറിയത്തില്ലയോ. ഞാൻ പറഞ്ഞു അപ്പച്ചൻ ഞാൻ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് അപ്പച്ചൻ നിന്നോട് പറഞ്ഞത്. അപ്പം കുളിക്കും, ചിലപ്പം വെള്ളമൊന്നും ശരിക്ക് ഒഴിക്കത്തില്ല. ഞാൻ പറഞ്ഞു ഷവറെടുത്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കതവ് അകത്തുനിന്ന് കുറ്റിയിടണ്ട, പിന്നെ ചാരി ഇട്ടാൽ മതിയെന്ന്. അങ്ങനെ അവിടെ നിന്ന് കുളിക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ മസാലയെല്ലാം പുരട്ടി വെച്ചേ. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് തല ഇവൻ ചോന് തോർത്തത്തില്ല. ഞാൻ അടുക്കള ഈ മസാലയൊക്കെ എടുത്ത് തന്നില്ല. ഞാൻ പറഞ്ഞു പൊളുമോനൊന്ന് തോർത്തി കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അച്ചാച്ചൻ പോയി അവനെ തോർത്തുക. ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്താൽ അവിടെ കിടന്ന് ചാടുന്നു, എടുക്കല്ലേ. ഞാൻ പറയടാ അതിൻ്റെ കാണത്തില്ലടാന്ന്. ഇവർ രണ്ടും കൂടെ ഇവൻ പോയി ചെയ്തൊക്കെ കൊടുക്കും. അവിടെ ഒരു ഞോണ്ടലും ചീറ്റലും ഉണ്ടായിരുന്നു. ഇവൻ ചെയ്യുന്ന അവന് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പറഞ്ഞു എന്തു വന്നേലും മമ്മി ഇനിയിപ്പോൾ വരാക്കത്തില്ല, അച്ചാച്ചൻ തോർത്തി തരുമെന്ന്. ഇത് ചൂടായാലും നമുക്ക് ഈ പിടിയിൽ പിടിക്കാം. ഇപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ അകത്ത് ഒരു ഇച്ചിരി വെള്ളവും സ്വല്പം മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് അത് ഇച്ചിരി ഒന്ന് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീര ഇവിടെ റെഡി ആയിരുന്നല്ലേ, അതിപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ടാക്കുന്നുണ്ട്. കാരണം ഈ ചീനച്ചട്ടിയെല്ലാം വലുതായ എല്ലാം ഈ നമ്മുടെ പാതാമ്പുറത്ത് വെക്കുമ്പം സ്ഥലം അങ്ങ് ഒത്തിരി ഇതാവും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് ആ പാത്രം ഉടനെ അങ്ങ് കഴുകാമെന്ന് വെച്ച്. അപ്പം നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും കുറച്ചെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് സ്വല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉരുളൻകിഴങ്ങ് അത് ഇട്ട് ഇനി കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ അവിടെ കിടന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. മസാലയൊക്കെ അതിലൊന്ന് പിടിച്ച് മൊരിഞ്ഞ് വരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. എല്ലാവർക്കും അറിയാം ഉരുളൻകിഴങ്ങ് അത് ഈസി അല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചിലർ ചിന്തിക്കും. അപ്പോൾ മെഴുക്കോട്ടിയൊക്കെ റെഡിയായി. ഞാൻ പിന്നെ പാൻ കഴുകിയില്ല. ആ മെഴുക്കോട്ടിയെല്ലാം നന്നായി ഇങ്ങ് വടിച്ച് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചിട്ട് മീൻ ഇതിൽ വറക്കാമെന്ന് വെച്ചു. പിന്നെ നിങ്ങളത് കാണണേ, അതങ്ങ് ഫ്ലോപ്പായി പോയായിരുന്നു കേട്ടോ. കാരണം മെഴുക്ക് പുരട്ടി അല്ലായിരുന്നോ, ഉരുളൻകിഴങ്ങല്ലായിരുന്നോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇനിയും പശപ്പ് കൊണ്ടായിരുന്നോ എന്തോ അത് ഇച്ചിരിയൊക്കെ ഒന്ന് അടിക്ക് പിടിച്ചു. എനിക്കങ്ങ് സത്യം പറഞ്ഞാൽ നല്ല പീസ് മീനായിരുന്നു, ഇത്തിരി പൊടിഞ്ഞും പോയി. രാവിലെ തുണി കഴുകാനില്ലായിരുന്നു, മീൻസ് ഇല്ലയെന്ന് പറഞ്ഞാൽ കുറവായിരുന്നു. അപ്പം ഞാനൊക്കെ കുളിച്ച് വന്ന് പിള്ളേരുടെയൊക്കെ കുളിച്ച് കഴിഞ്ഞപ്പം അതുകൂടി ഇട്ടിട്ട് ഇപ്പം തുണി ഇടാമെന്ന് വെച്ച്. അതിന് ഈ തൂത്ത് തുടയ്ക്കാൻ വരുന്ന കൊച്ചെന്നോട് പറയും ആൻറ്റിക്ക് എന്നും അങ്ങ് തുണി കഴുകാനുണ്ടോ. ഞാൻ പറഞ്ഞേടി ഇത്രയും പേരില്ലേ, അതെന്നും പോളുമോന് തന്നെ 1ഉം 2ഉം ടീഷർട്ട് മാറും. അപ്പോൾ എന്നും കാരണം അവൾ വരുന്ന സമയത്തായിരിക്കും ഞാൻ വിരിക്കുന്നതൊക്കെ ഈ അകത്തെ മുറിയിൽ. വെളിയിൽ അപ്പുറത്തേത് അങ്ങ് വിരിക്കും, പക്ഷേ അകത്തേത് ഞാൻ അന്നേരമായിരിക്കും എൻ്റെ ഇതെല്ലാം ഒന്ന് ജോലിയൊക്കെ ഒതുങ്ങിയിട്ടേ ഞാൻ ചിലപ്പം വന്ന് ചിലപ്പം നേരത്തെ വിരിക്കും, ചിലപ്പം അത് കഴിഞ്ഞേ വിരിക്കത്തുള്ളൂ. അതവൾ കാണുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി ജോലി ലാഭിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഞാൻ ഈ പാൻ തണുത്തിട്ട് കഴുകിയിട്ടാണ് അടുത്ത ട്രിപ്പ് ഇട്ടത്. എന്തു വന്നേലും ഗുലുമാലായിപ്പോയി. ഒത്തിരി പൊടിഞ്ഞില്ല, ശകലം. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഇത് ഇനിയിപ്പം ഇന്നലത്തേന്ന് പറഞ്ഞാൽ സാറ്റർഡേ ബിജി ഒരു ചെറിയ ഗ്യാസ് സിലിണ്ടർ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. ഞാൻ ഇന്നാളില്ലേ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ വലിയ ഗ്യാസും മീൻസ് ഈ സ്റ്റൗവും വാങ്ങിച്ചു, സിലിണ്ടറും വാങ്ങിച്ചു. പക്ഷേ ആ സ്റ്റൗവ് എനിക്ക് റേറ്റായില്ലാതെ എനിക്കത് ഓണാക്കാൻ ഈ കണക്ടറൊക്കെ ഇടാനും അതിനൊക്കെ അതുമല്ല എനിക്ക് തന്നെ അതിൽ ചാലുമൊക്കെ ഒരു പേടിയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്യാസ് ഉണ്ടെങ്കിലും നമ്മുടെ ഈ പൈപ്പ് ലൈൻ ഗ്യാസിൽ അന്ന് ഞങ്ങൾ ആ പാർട്ടി സമയത്ത് ഇങ്ങനെ ഗ്യാസ് കാർഡ് ചോദിച്ചായിരുന്നു, ഈ പൈപ്പ് ലൈൻ ഗ്യാസിൻ്റെ അകത്ത് സ്റ്റൗവ് പിന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന്. പറ്റും, പക്ഷെ പെർമനൻ്റ് അത് അവിടെ വെച്ചേക്കണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇത് മാറ്റിയിട്ട് സിലിണ്ടർ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ പ്രയാസമാണ്. കാരണം അവർ പൈപ്പ് ലൈൻ ഗ്യാസിൻ്റെ അകത്ത് തന്നെ കണക്ട് ചെയ്ത് പിന്നെ നമുക്ക് പെർമനൻറ്റ് വിൽക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ടുള്ള അബദ്ധമായിപ്പോയി. ഒരു കുറ്റി ഇരിപ്പുണ്ട്, ഗ്യാസ് കുറ്റി ഇവിടെ. അതുപോലെ വലിയ അടുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ തന്നെ എനിക്കതിന് അത് മാനേജ് ചെയ്യാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ കഴിഞ്ഞ ഒരു കമൻറ്റ് വന്നു, ഈ അടുക്കളയിലെ കാര്യം തന്നെ കാണിക്കാതെ ബിജിക്ക് തന്നെ വെളിയിൽ പോയി മീനൊക്കെ നോക്കി വാങ്ങിച്ചുകൂടെ, ഇഷ്ടമുള്ളത്
തന്നെ ആവുമ്പം തന്നെ പൊയ്ക്കൂടെ മാർക്കറ്റിലൊക്കെ എന്നാലും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചൂടെ. അന്നേരം എന്നും ഈ അടുക്കളയിൽ മാത്രം കാണിക്കാതെ അവിടുത്തെയൊക്കെ എല്ലാം ഒന്ന് ഫുഡുകളും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് കാണിക്കാൻ. എന്തോ ചെയ്യാൻ, ഞാൻ നേരത്തെയൊക്കെ ഇങ്ങനെ ഈ അടുത്തൊക്കെ ഞാൻ വെജിറ്റബിൾസും എല്ലാം ഞാൻ തന്നായിരുന്നു പോണത്. ഇപ്പം ഈ വീണെ പിന്നെ എനിക്ക് അധികം വെയിറ്റ് തൂക്കിക്കൊണ്ട് വരാനൊന്നും ഒക്കത്തില്ല. അപ്പം റീച്ചാനിൻ്റെ കൂടെ അല്ലാതെ ഞാൻ എങ്ങും അങ്ങനെ പോകത്തുമില്ല. പിന്നെ വെളിയിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. റീച്ചാൻ അവധി ഒരു സൺഡേ ഉള്ളു. സൺഡേ നമ്മൾ മീറ്റിങ്ങിന് പോയിട്ട് വരും 5 മണി 4 ആവും. നമുക്ക് അടുത്തല്ല, ഒരു വണ്ടിയിലാണെങ്കിൽ ഒരു അരമണിക്കൂർ. അപ്പം നമ്മളിങ്ങി വരുമ്പോൾ ഒരു 3-4 മണിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു വരുമ്പോൾ ഒരു സമയം പിന്നെ ഒരു സൺഡേ കിട്ടുന്നതെന്ന് ഒക്കെ പിന്നെ എനിക്ക് വെളിയിൽ പോകാൻ. ഞാൻ പറയുന്നത് പണ്ടത്തെ കൂട്ടല്ല, എനിക്കിപ്പം ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. നടുവൊക്കെ പിന്നെ അങ്ങ് വേദനയായിരിക്കും. അത്രയും നേരമൊക്കെ അവിടെ പോയി ഇരിക്കുമല്ലേ, കണ്ടിന്യൂസ് കുറച്ച് നേരം ഇരിക്കുമ്പോഴൊക്കെ ഇപ്പോഴും ആ വീണതിൻ്റെ പ്രയാസത്തിൽ ഇതുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ചിലരൊക്കെ അടുക്കളയുടെ വിശേഷങ്ങൾ കണ്ട് ബോറായെന്ന് പറയുന്നു. കഴിവത് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ ഞാൻ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളത് കാണുകയാണെങ്കിൽ എല്ലാം നമുക്കും പ്രയോജനമുണ്ട്. അപ്പം നമുക്കിഷ്ടമുള്ളത് ഇട്ടാൽ അങ്ങനെയും പ്രയോജനമില്ല. അപ്പം ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ട്രൈ ചെയ്യാൻ നോക്കാം. വൈകുന്നേരം ആയപ്പോഴേ പഴുത്ത പഴമാണ് ഇവിടെ. അല്ലെങ്കിൽ തന്നെ അതാ ഇവിടെ ആരും കഴിക്കത്തില്ല പിള്ളേർ, ഈ പാളയം തോഴൻ. അതപ്പം ഞാൻ ചിന്തിച്ചു അതൊന്ന് അടിച്ചിട്ടേ ഇച്ചിരി ഗോതമ്പൊടി ഇങ്ങോട്ട് ഇട്ടിട്ടേ നന്നേനെ. എന്തോടാ അവൻ വിശക്കുന്നു. ഷാമ്പു ഇച്ചിരിട്ട്, കാരണം ഓയിൽ തേച്ച്. ഞാൻ പോളേ അങ്ങോട്ട് പോവന്ന്. ഞാൻ ആ കാണിച്ച ക്ലിപ്പ് വേറൊരു നൈറ്റി അല്ലായിരുന്നോ? അത് ഈ ദിവസത്തെ വീഡിയോ അല്ലായിരുന്നു കേട്ടോ. വേറൊരു ദിവസം വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞതാ, അതെടുത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടേ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ഈ പാളയംതോടൻ പഴം ഇത്തിരി പഴുത്തത്. ഇവിടെ ഈ പോൾമോൻ പ്രൈസമോൻ ഈ പിള്ളേർക്ക് എന്തോ പാളയംതോടൻ പഴത്തിനോട് അത്ര താല്പര്യമില്ല. നമുക്കൊക്കെ ഇല്ല അതിനോടങ്ങ് കൊതി. അപ്പോൾ ഇച്ചിരി പഴുത്തതായിരുന്നു. അതിനെയും കുറച്ച് ദിവസം കൊണ്ട് വെച്ചിരുന്ന ഞാൻ ദിവസം ഒരെണ്ണം കാണാൻ കഴിച്ചാലായി, അല്ലെങ്കിൽ അത് പന്നലായി പോകുമെന്ന് പറഞ്ഞ് ഞാൻ എന്തോ ഇതൊന്ന് വെറുതെ കളയുന്ന എന്തിനാണെന്ന് പറഞ്ഞ് അതെല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ച്, പിന്നെ പഞ്ചസാര ഇട്ടില്ല. ആ പഴത്തിൻ്റെ ഒരു 6-7 പഴം ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി ഗോതമ്പൊടിയും കുറച്ച് ജീരകവും ഞാൻ അതിലിട്ടിട്ടുണ്ട്. 2 ഏലക്ക പൊടിച്ചത്, ഇത്തിരി ഉപ്പും, സ്വല്പം ഉപ്പ്. എന്നിട്ട് അതൊന്ന് കൈ കൊണ്ടൊന്ന് ഞാൻ അതൊന്ന് ആ മാവ് ഒരു ലൂസ് ആവുന്നിടം വരെ കുറച്ച് ഇതൊന്ന് ഇളക്കി നോക്കി ഞാൻ ഈ പഴം കൂടെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ട്. പിന്നെ ഇല്ലെങ്കിലും ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് വെറുതെ ഞാൻ ഇതിനൊരു പേരുമില്ല ഒന്നുമില്ല. എനിക്കാണെങ്കിൽ ഒരു സാധനം കളയുന്നതിനോട് ഭയങ്കര വിഷമം. കഴിഞ്ഞ ദിവസം റീച്ചാനൊരു ഓമയ്ക്ക കൊണ്ടുവന്ന്, പുറമേ നല്ല കളർ, ഒരു ഇച്ചിരി മധുരമില്ല, വാട്ടൽ. എനിക്കങ്ങ് അത്ര മനപ്രയാസമായിട്ട് ഞാൻ പിന്നെ അതെടുത്തങ്ങ് കളഞ്ഞ്. ഒരു ഇതുമില്ല എന്നുള്ളേ. നാട്ടിലത്തേത് ആണെങ്കിൽ നമുക്ക് കറമുറ ഒന്ന് കടിക്കുകയും ചെയ്ത് അതുമില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ പഴം കളയേണ്ടാത്തത് കൊണ്ട് ഞാൻ എടുത്തതൊന്ന് ഉണ്ടാക്കിയതാണ്. ഒരു പേരില്ല പലഹാരമാണ് ഇത്. ഇതൊന്ന് ഞാൻ കുഴച്ചെടുക്കട്ടെ. അപ്പോഴേ ഞാൻ വൈകിട്ട് ഞാനിത് ഒരു സാധനം ഉണ്ടാക്കൂടാ, അടി കിട്ടും നിനക്ക്. അത് നാളെ നമുക്ക് വാങ്ങിക്കാം. ഇന്നിപ്പോ ഞാനിത് ഉണ്ടാക്കുക. നാളെ ആ പൈസ വാങ്ങിച്ചു വെച്ചോ, നാളെ വാങ്ങിക്കാം. ഇനി അന്നേരം ഞാൻ വെച്ചോളാം പൈസ. ഇങ്ങോട്ട് വേണം. ഈ മുടി എന്തോടെ വലിയ സ്റ്റൈലിൽ ഇട്ടേക്കുന്നത്? പുറകോട്ട് ചീവി വെക്കണം. പിന്നെ ഇതെന്തിനാ ഇട്ടോണ്ട് പോന്ന നീ? മറ്റേ ടീഷർട്ട് ഇട്ടോണ്ട് പോടാ. പോളെ, നീ ബോത്ത് സ്ലിം ഒക്കെ ആയെന്ന് കുറെ പേര് പറഞ്ഞു. അയ്യോ, ചില സമയത്ത് സ്ലിം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഇല്ലയോടാ. പിന്നെ എന്തെങ്കിലും അടുത്തേലും പറയണമെങ്കിൽ പറയടാ. ഒന്നുമില്ലേ?
എന്തെല്ലാം പറയാനുണ്ട് നിങ്ങൾക്ക്? എന്തോന്ന് വൈകുന്നേരം അങ്ങനെ അപ്പച്ചനും വിശക്കുന്നു. അപ്പച്ചൻ പൈസ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞിടാ പോയി സമോസ വാങ്ങിച്ചുകൊണ്ട് വരാൻ. അപ്പം ഞാൻ പറഞ്ഞു സമോസ വാങ്ങിക്കേണ്ട, ഇന്ന് ഞാനൊരു കാര്യം ഉണ്ടാക്കുന്നുണ്ടെന്ന്. അതിനവൻ പറഞ്ഞു വേണ്ട സമോസ വാങ്ങി. ഞാൻ പറഞ്ഞ് സമോസ നമുക്ക് നാളെ വാങ്ങിക്കാൻ പൈസ ഇങ്ങനെ ഞാൻ എടുത്ത് വെച്ചോളാന്ന്. അവൻ ചോദിച്ചു എന്തോ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ചെറിയ കഷ്ണം ഇട്ട് നോക്കിയതാ. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇങ്ങനെ കയ്യിലൊരിച്ചിരി വെള്ളം തടവിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പേരൊന്നുമില്ല, വെറുതെ അങ്ങ് ആ പഴം കളയണ്ടെന്നും പറഞ്ഞ് എടുത്തതാണ്. ചെറിയതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് ഇഷ്ടപ്പെടുന്നോന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഞാനിതിട്ടിട്ട് ആ ചെറിയൊരു പീസ് ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാനൊന്ന് സാമ്പിൾ ഇട്ട് നോക്കിയായിരുന്നു എണ്ണ ചൂടായിരുന്നു. അതെടുത്ത് തിന്നുടനെ ലൈറ്റായിട്ടുള്ള മധുരമേ ഉള്ളൂ. അപ്പം പഴം കൂടെ ഞെവിടിയോണ്ട് ഇവന്മാർ തിന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇന്ന് ചിന്തിച്ച് ഞാൻ അത്രയും ഞാനൊരു ഞങ്ങൾക്ക് 3 പേർക്ക് 2 വെച്ച് മധുരം ഇല്ലാതെ ഈ സെയിമായിട്ട് ഉണ്ടാക്കിയിട്ട് കൊച്ചുങ്ങൾക്ക് ഞാനൊരു ഇച്ചിരി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഈ പഴത്തിൻ്റെ ഇതായതുകൊണ്ട് തിന്നില്ലെങ്കിൽ പിന്നെ കഷ്ടമല്ലേ. അവൻ സമോസ വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ സമോസ വാങ്ങിക്കാനും സമ്മതിച്ചില്ല. പിന്നെ ഇതും തിന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ഒരിച്ചിരി മധുരം ഞാനിട്ട്. അപ്പോൾ ഇത് ഒന്ന് അടിയിൽ നിന്ന് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അടിയിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ആദ്യത്തെ ആകുമ്പോൾ നമ്മൾ അടി ഒന്ന് സ്പൂണും കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതാണേ അതിങ്ങ് പൊങ്ങി വരും. അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രിപ്പൊക്കെ ഞാൻ ഇട്ടുണ്ടേ തന്നെത്താൻ അതിങ്ങ് പൊങ്ങി വന്നു. യേശു എന്നാടി സ്ഥാനം അവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താൽ എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താൽ ഓർത്തുവാരും തോറുമൻ അതിമാഞ്ഞു പോകുന്നു. മുടിയെ വല്ലാതെ പറന്ന് കിടക്കുന്നു. നമ്മൾ ഈ കോരി ഇടുമ്പോഴേ ചെറിയ ചെറിയ പീസുകൾ ഇടയ്ക്ക് വീഴും. അന്നേരം ഇങ്ങനെ വരും. അതിങ്ങനെ എളുപ്പം കോരി എടുത്തു, അല്ലെങ്കിൽ അത് അങ്ങ് മറ്റേത് വേവുന്നിടം വരെ കിടന്നാൽ കരിഞ്ഞു പോവും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ രണ്ടാമതൊക്കെ ഇട്ടപ്പോഴത്തേക്കിന് അത് അടിവശം ഒന്ന് വരുന്നുണ്ട് തന്നെത്താൻ അതങ്ങ് മുകളിലോട്ടിങ്ങ് പൊങ്ങി വരും. എന്നിട്ട് വേവുന്നുടനെ ഇതിപ്പോൾ ഇതിൻ്റെ അത് വലുതായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഇതിനേക്കാൾ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. വീഡിയോയിൽ അത് വലിയ ഇതായിട്ട് കാണുന്നുണ്ട്. ചെറുതാകുമ്പോൾ നമുക്ക് ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കണം, പെട്ടെന്ന് അങ്ങ് അകമൊക്കെ വേവും. അതൊക്കെ ഉണ്ടാക്കി ഞാൻ പിന്നെ ചായ ഇട്ടിട്ട് കൊച്ചൻ കുടിച്ചില്ല, ഡാഡിയും ഞാനൂടെ ചായ എടുത്തു. പിന്നെ ഡാഡിക്കുള്ള അതും കൊടുത്തു. ഞാൻ 1 കപ്പ് പൊടിയേ എടുത്തുള്ളൂ, എല്ലാവർക്കും 3 എണ്ണം വെച്ചുണ്ടായിരുന്നു. ഇത് നോക്ക്, ചൂടാണ്. മീട്ട നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇച്ചിരി ഇട്ടതാ. ഇതൊന്നും മധുരം ഇല്ലാത്തയാ. എടുത്തോ. ഒരു ബൗൾ എടുക്ക്. അത് തീനും മധുരമുള്ളയാ, അല്ലെങ്കിൽ 2 എണ്ണം മധുരമുള്ളത് വെച്ചിട്ട് ബാക്കി മധുരം ഇല്ലാത്ത അവർക്ക് ഇത്ര ചെയ്യേ. ടേസ്റ്റ് ഉണ്ടോടാ? കൊള്ളാം.
എന്തോത്തിന്റെ ടേസ്റ്റാണ് നിനക്ക് വരുന്നത്? അവൻ പറഞ്ഞു പഴത്തിൻ്റെ. നീ മറ്റേ സാധനത്തിന് ഇഷ്ടപ്പെടുവോ എന്നുള്ളയാ. ഒത്തിരി എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. എന്താ കൊള്ളാമോ? എന്തോ ടേസ്റ്റ്? ചക്കയല്ല. ആ ഇവൻ പഴുത്ത പാളയംതോടൻ പഴത്തിൻ്റെ സ്മെല്ലിന് പറയും ചക്കപ്പഴത്തിൻ്റെ സ്മെല്ലാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ബൈ, സി യു, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.